ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രഞ്ജിതയും ഭർത്താവും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അതെ അരവിന്ദേട്ടാ, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു, അവൻ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ പങ്കജിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ എന്ത് ചെയ്യാനാ രഞ്ജു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാർഗം കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അരവിന്ദൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ രഞ്ജിത എത്രയും പെട്ടെന്ന് വക്കീലിനെ പോയി കാണണം. വക്കീലിനെ ചെന്ന് കണ്ടിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പേപ്പറുകളൊക്കെ എൻ്റെ പേരിലേക്ക് തന്നെ ആക്കണം. സ്വത്തുക്കളൊന്നും ഇനി പൂജയുടെ അധീനതയിലേക്ക് വരരുത് എന്നും പറഞ്ഞ് ഇവർ തങ്ങളിലൊരു പ്ലാൻ ഇടുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് സുമിത്രയുടെ വീട്ടിലൊരു കോളിംഗ് ബെല്ലിങ്ങനെ മുഴങ്ങുക. സുമിത്ര വന്ന് തുറക്കുന്ന സമയത്താണെങ്കിലോ അവൾ കാണുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണ് കേട്ടോ. സരസ്വതി അമ്മ തലയിൽ ഒരു വലിയ കെട്ടുമൊക്കെ ആയിട്ട് വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നും ചോദിച്ച് സുമിത്രയാണെങ്കിൽ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക. ഈ സമയത്താണെങ്കിലോ സരസ്വതി അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ ഒരുത്തനെ സഹായിക്കാൻ പോയതാണ് എന്നും പറഞ്ഞ് അപ്പുവിനെ കാട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അപ്പു എത്തി. അപ്പു ആണെങ്കിൽ പറയുന്നുണ്ട്, അപ്പച്ചി എല്ലാം ഞാൻ പറയാം, അപ്പച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കുക. മോനേടാ നിനക്ക് എന്താ പറ്റിയത്? അച്ഛമ്മയുടെ തലയിൽ എങ്ങനെയാ മുറിവ് വന്നേ? അമ്മ എവിടെയെങ്കിലും വീണോന്നൊക്കെ സുമിത്ര ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ വീണതൊന്നും അല്ല, ഇവനെ സഹായിച്ച് ഞാൻ ഈ പരുവത്തിലായതാണ് എന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു വിഷ്വലായിട്ട് തന്നെ നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ പങ്കജിൻ്റെ ആ ഒരു കള്ളക്കളിയൊക്കെ കണ്ടുപിടിച്ചല്ലോ. അതിന് പകരമായിട്ട് അപ്പൂന് കൊടുത്ത ശിക്ഷയാണ് നമ്മുടെ പങ്കജ് കുറച്ച് ഗുണ്ടകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പൂനെ എടുത്തിട്ടങ്ങ് പൂശി. അപ്പം ഈ അടിയൊക്കെ കൊണ്ട് അവശനായി നിൽക്കുന്ന പങ്കജല്ല കേട്ടോ, അപ്പൂൻ്റെ അടുത്തേക്ക് നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ശീതലിൻ്റെ അടുത്ത് നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അപ്പോൾ റോട്ടിൽ വെച്ചാണ് ഈ ഒരു അടിപിടിയൊക്കെ നടക്കുന്നത്. ആ സമയത്ത് അപ്പൂനെ ഇങ്ങനെ തല്ലുന്ന സമയം നമ്മുടെ സരസ്വതി അമ്മ വണ്ടി നിർത്തിയിട്ട് അവനെ രക്ഷിക്കാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ രക്ഷകയായിട്ട് വന്ന നമ്മുടെ അച്ഛമ്മയ്ക്കാണ് കേട്ടോ ഇന്നത്തെ എന്തായാലും അംഗീകാരം കൊടുക്കേണ്ടത്. ഇത്രയും നാള് ആർക്ക് എന്ത് പണി കൊടുക്കാന്ന് ആലോചിച്ച് നടക്കുമായിരുന്നല്ലോ. പുള്ളിക്കാരിക്ക് 2 അടി കിട്ടിയെങ്കിലും എന്താ, നമ്മുടെ അപ്പൂൻ്റെ ജീവൻ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ അപ്പൂവിനെ രക്ഷിച്ച് വലിയ കാര്യത്തിൽ നമ്മുടെ സരസ്വതി അമ്മ നടന്ന സംഭവങ്ങളൊക്കെ സുമിത്രയോട് പറഞ്ഞു. മോനെ അപ്പു, എന്തൊക്കെയാ ഈ നടക്കുന്നത്? പങ്കജിന് എന്താ നിന്നോട് ഇത്രയും ദേഷ്യമെന്ന് ചോദിക്കുമ്പം പൂജ ഒന്നും അപ്പച്ചിയോട് പറഞ്ഞില്ലേ എന്ന് അപ്പു ചോദിക്കുകയാണ്. ഇല്ല മോനെ, അവളൊന്നും പറഞ്ഞില്ല. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പൂജ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പൂജയാണെങ്കിൽ അപ്പോട്ടന് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പൂൻ്റെ അടുത്ത് വന്നു. ഓ അപ്പോട്ടാ എന്ത് പറ്റിയെന്ന്? എടി നീ ഒറ്റയെടുത്തി കാരണമാണ് ഈ ചെറുക്കൻ ഈ തല്ല് മുഴുവനും കൊണ്ടത്. നിന്റെ പങ്കജിൻ്റെ സകല ഉടായ്പ സ്വഭാവങ്ങളും ഇവൻ കണ്ടുപിടിച്ച് പറഞ്ഞു. ആദ്യമേ പറഞ്ഞപ്പോൾ നിനക്കങ്ങ് വിശ്വസിച്ചാൽ പോരായിരുന്നോ? എന്നിട്ട് ആ പാവം ചെറുക്കനെ നാട്ടുകാരുടെ മുന്നിലിട്ട് അവനും അവൻ്റെ ഗുണ്ടകളും കൂടി അടിച്ചുകൊണ്ടിരുന്നപ്പം അത് കണ്ടിട്ട് സഹിക്കാതെയാണ് ഞാൻ പോയി ഇടപെട്ടത്. ഇപ്പം കണ്ടില്ലേ, തലയും പൊട്ടി എനിക്കും പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പൂട്ടാ ഞാൻ കാരണമല്ലേ അപ്പൂട്ടന് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ പൂജയാണെങ്കിൽ അപ്പൂൻ്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ്. മോളെ എന്തൊക്കെയാ ഈ നടക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ സുമിത്ര ആണെങ്കിൽ കുഴഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എല്ലാം ഞാൻ പറയാം. സുമിത്രേ എന്തായാലും എനിക്ക് മറ്റൊരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ സച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സുമിത്രയുടെ അടുത്ത് പറയുകയാണ്. അപ്പം സരസ്വതി അമ്മ പറഞ്ഞതും നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇതെന്താ സംഭവിച്ചത്? എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നറിയാതെ ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് അപ്പു പറഞ്ഞു, അപ്പച്ചി ഞാൻ പോവാ കേട്ടോ, ഇനിയിപ്പോൾ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അച്ഛമ്മ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അച്ഛമ്മ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഗുണ്ടകളൊക്കെ കൂടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയേനെ. മോനെ എന്തായാലും നിന്നെ സഹായിക്കാൻ പറ്റിയല്ലോ. 2 അടി കൊണ്ടിട്ടാണെങ്കിലും ഈ അച്ഛമ്മയും നന്നായിടാന്ന് പറയുകയാണ് സരസ്വതി. അങ്ങനെ അപ്പു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പൂജയാണെങ്കിൽ അപ്പുവിൻ്റെ പിന്നാലെ കൂടുകയാണ്. അപ്പുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൂട്ട എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമല്ലേ അപ്പൂട്ടൻ ഇങ്ങനെ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൂട്ടൻ എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞ് അപ്പൂൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പൂജ, ഞാൻ അന്നും ഇന്നും നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നിനക്കൊരു ദോഷം വരുന്ന കാര്യം അത് നിന്റെ ജീവിതത്തിൽ നടക്കാൻ ഈ അപ്പു ജീവനോടെ ഇരിക്കുമ്പം അത് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അപ്പു കാര്യങ്ങളൊക്കെ പൂജയോട് സംസാരിക്കുമ്പോൾ പൂജയാണെങ്കിൽ അപ്പു തന്നെയാണ് ശരിയെന്നും അപ്പു ആണ് ഇനി തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൂട്ടായിട്ട് വേണ്ടത് എന്നുമുള്ള രീതിയിൽ അപ്പുവിനോട് സംസാരിക്കുക. അപ്പം ഇത്രയും കാലവും അപ്പുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമൊക്കെ
അത് നമ്മുടെ അപ്പൂനോട് തന്നെ നമ്മുടെ പൂജയ്ക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. പൂജയ്ക്ക് ഒരിടക്ക് തോന്നിയതാണ്, എന്നാലും നമ്മുടെ പങ്കജ് വന്ന് ചെറിയ കളിയൊക്കെ കളിച്ച് അവളുടെ മനസ്സൊന്ന് മാറ്റിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പതാ അപ്പൂനോട് പൂർണ്ണ മനസ്സോടുകൂടി അവളും അവളുടെ ഇഷ്ടം തുറന്നു പറയുകയാണ്. അങ്ങനെ അവര് വളരെ ഹാപ്പി ആയിട്ട് നിന്നു. അപ്പം പൂജയാണെങ്കിൽ അപ്പൂനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്ര ഇതൊക്കെ ജനൽ വഴി നോക്കി നിൽക്കുകയാണ്. അപ്പം ഈ കാഴ്ചയൊക്കെ കാണുമ്പം സുമിത്രയ്ക്ക് വലിയ ആശ്വാസമായിട്ടോ. അത് കഴിഞ്ഞ് അപ്പു ബൈ പറഞ്ഞ് അവൻ ആ ഒരു ബൈക്കിൽ അങ്ങ് പോകുന്ന സമയത്താണെങ്കിലോ സുമിത്ര ഇതൊക്കെ നോക്കി നിന്നു. അപ്പം പൂജ അകത്തേക്ക് വന്നതും, മോളെ അപ്പൂനെ എത്രമാത്രം കാര്യമാണ് നിന്നോടത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അതെ അമ്മേ, അമ്മയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പൂജയാണെങ്കിൽ സംഭവിച്ചു പോയതിനൊക്കെ സുമിത്രയുടെ മുന്നിൽ ഇങ്ങനെ ഒരു കുമ്പസാരം പോലെ നടത്തുകയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് എനിക്ക് പങ്കജിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ. ഞാൻ വിചാരിച്ചത് രണ്ട് കുടുംബവും തമ്മിൽ ഒരുപാട് വർഷമായിട്ട് അകന്നല്ലേ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുകയാണെങ്കിൽ, അതും രണ്ട് കുടുംബവും തമ്മിൽ ചേരുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് കൊണ്ട് മാത്രമാണ് പങ്കജിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. എന്തായാലും എൻ്റെ അമ്മയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചില്ലേ, അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പൂജയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ. ദേ മോളോട് ക്ഷമിക്കാനായിട്ട് ഈ അമ്മയ്ക്ക് പറ്റും. എന്തായാലും രഞ്ജിതയുടെയും അവൻ്റെ മകൻ്റെയും ഒക്കെ കള്ളക്കളികൾ നിനക്ക് മനസ്സിലായല്ലോ. ഇനി എന്തായാലും നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. ഈ സമയമാണെങ്കിൽ സരസ്വതി അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ സുമിത്ര എനിക്ക് നല്ല വിശപ്പുണ്ടടി, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് സുമിത്രയുടെ അടുത്ത് വന്ന് കൂടുമ്പോഴത്തേക്കിനും അമ്മേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അമ്മേ. അപ്പം ശീതലിന്റെ വിശേഷങ്ങളൊക്കെയാണ് സുമിത്ര ഈ അന്വേഷിക്കുന്നത്. എടി ഞാൻ പറഞ്ഞില്ലേ അവളിപ്പം വളരെ ഹാപ്പിയാണ്. ദേ അവളുടെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നുമില്ല. പിന്നെ സച്ചിൻ ഒരു അപകടം സംഭവിച്ചു. ആ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സച്ചിനാണെങ്കിൽ ശീതലിനെ കൈവെള്ളയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ സത്യവാടിയെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചതും സുമിത്രയ്ക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശീതലിൻ്റെ ഒരു കോള് വരികയാണ്. അപ്പം ശീതലാണ് അമ്മയെ വിളിക്കുന്നതെന്നും പറഞ്ഞ് സുമിത്ര വലിയ കാര്യത്തിന് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തതും അമ്മയെന്നുള്ള ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സുമിത്രയുടെ മനസ്സ് നിറയാണ്. ശീതലിന് ഒരുപാട് സന്തോഷമുണ്ട്. അവളിപ്പം സങ്കടത്തിലല്ല എന്നുള്ള കാര്യമൊക്കെ സുമിത്രയ്ക്ക് മനസ്സിലായി. മോളെ അച്ഛമ്മ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ സത്യമാണോ? സച്ചിൻ മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അമ്മേ, സച്ചിൻ എന്തായാലും മാറി ചിന്തിച്ചു. ദേ സച്ചിൻ എൻ്റെ അടുത്തുണ്ട്. സച്ചിൻ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സച്ചിന് ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം കൊടുക്കും മോളെ എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ വലിയ കാര്യത്തിന് സംസാരിച്ചപ്പം അമ്മ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് സച്ചിനാണെങ്കിൽ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലാട്ടോ. രണ്ടടി കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് നന്നാകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ സച്ചിൻ സുമിത്രയോട് ചെയ്ത തെറ്റുകളും അച്ചമ്മയോട് ചെയ്ത തെറ്റുകളും അതുപോലെ ശീതലിനെ ഇട്ട് കറക്കിയതും ശീതലിനെ വിഷമിപ്പിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അവൻ സങ്കടപ്പെടുകയാണ്. ഇനി എന്തായാലും ഞാൻ ശീതലിന്റെ കണ്ണുകൾ നിറയാൻ അനുവദിക്കില്ലമ്മേ. ഞാൻ എൻ്റെ വയ്യാകിയൊക്കെ മാറട്ടെ, ശീതലിനെ കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിൻ വലിയ കാര്യത്തിന് സുമിത്രയോട് സംസാരിച്ചപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ നല്ല ആശ്വാസമായിട്ടോ. ഇനി എന്തായാലും തൻ്റെ മകളുടെ ഭാവി ഓർത്തിട്ട് തനിക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഓരോരോ കാര്യങ്ങളും നന്നായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മ പോലും പറഞ്ഞു, സച്ചിനെ മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ നന്നായില്ലേ, ആ കൂടെ തന്നെ നിന്റെ അച്ഛമ്മയും നന്നായിട്ടോ. ദേ രണ്ടടി കൂടുതൽ കിട്ടിയിട്ടാണെങ്കിലും എൻ്റെ തലയിൽ ആ ഒരു നെട്ടും ബോൾട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സന്തോഷമായിട്ട് തന്നെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കഥ പര്യവസാനത്തിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരെയും അങ്ങ് നല്ല രീതിയിൽ അങ്ങ് നല്ലതാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പൂജയുടെ മനസ്സും പൂജയുടെ ആ ഒരു ദുഃഖമൊക്കെ കണ്ടു സുമിത്ര വീണ്ടും പോയി പൂജയുടെ അടുത്ത് സംസാരിച്ചു. മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അമ്മ പറഞ്ഞതല്ലേ നിന്നോട്. ഒരു കാര്യം ആലോചിച്ച് ഇനി വിഷമിക്കരുത് കേട്ടോ. അമ്മയില്ലേ നിന്റെ കൂടെ എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ എന്നാലും അപ്പച്ചി ആണ്, എൻ്റെ അപ്പച്ചി തന്നെയാണ് രഞ്ജിത. പക്ഷെ അവരോട് ആ ഒരു സ്നേഹമൊക്കെ ഞാൻ കാണിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. അവരെന്നെ പച്ചയ്ക്ക് ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും സുമിത്ര വീണ്ടും മോളെ നീ വിഷമിക്കേണ്ട, നടന്നതൊക്കെ നടന്നില്ലേ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കൂട്ടം നിന്നെ കാണിക്കാമെന്നും പറഞ്ഞ് സുമിത്ര എന്തോ ഒരു സംഭവം എടുക്കാൻ പോവുകയാണ്. അത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.